ഫെർണാണ്ടസ്, താൻ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഈ ജെറുസലേമിലെ ഏറ്റവും ശക്തനും ധീരനുമായ പടയാളിയല്ലേ? നിന്റെ ധീരഭാഷ എന്നോടുള്ള പ്രണയം എവിടെ? പറയൂ ഫെർണാണ്ടസ്, തങ്ങൾക്ക് എന്താണ് പറ്റിയത്? നീ എന്നെ ഒന്ന് വെറുതെ വിടും. ഈ രാത്രി ഞാൻ വളരെ അസ്വസ്ഥനാണ്. ആ രക്തം നടന്നിരിക്കുന്നു, എന്റെ ഉറക്കം കെടുത്തുന്നു. ആ രക്തത്തിലേക്ക് എന്നെ മുറിപ്പെടുത്തുന്നു. എന്റെ ഈ കരഞ്ഞം കൊണ്ട് ഞാൻ അയാളിലേക്ക് നടിച്ച ഓരോ ശാന്തമാണ് എന്റെ ഹൃദയത്തെ വഴിയുന്നു. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ഫെർണാണ്ടസ്? അയാൾ മരിച്ചില്ലേ? നിങ്ങൾ അയാളുടെ പേടിച്ചിരുന്ന ശിഷ്യനും ചേർന്ന് അയാളെ സംസ്കരിച്ചില്ലേ? അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ടല്ലോ നിങ്ങൾ ഇപ്രകാരം ഒരാളെ കൊലപ്പെടുത്തുന്നത്. പക്ഷെ അയാൾ ശരിക്കും നീതിമാനായിരുന്നു. പലരും അദ്ദേഹത്തെ ദൈവമായാണ് കണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ പുരോഹിതൻ തന്നെ അയാളെ കൊലക്കളത്തിലേക്ക് നയിച്ചത്? അദ്ദേഹം ദൈവമാണെങ്കിൽ ആ ദൈവം എന്നോട് പുറത്തു. ഞാൻ കാവൽ ചെയ്യുവാന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഈ രാത്രിയിലല്ല അയാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മുൻകൂട്ടി പ്രവചനം ചെയ്തിരിക്കുന്നു. അല്ലയോ ഫെർണാണ്ടസ്, താനിതുവരെ തയ്യാറെടുത്തില്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ആ മരിക്കപ്പെട്ട നസ്രായിനെ കുറിച്ച് എന്തൊക്കെയോ പിക്ചറിലേക്ക് പറഞ്ഞിരിപ്പാണ്. ഡയാന മരിച്ചതല്ല, ഞാൻ അയാളെ കൊന്നതല്ല. അയാൾ ശരിക്കും ദൈവമായിരുന്നു. ഒന്ന് നിർത്തൂ ഫെർണാണ്ടസ്, അയാൾ മരിച്ചു, നമ്മൾ അയാളെ കൊന്നു. പക്ഷേ ഈ രാത്രി നമുക്ക് പ്രിയപ്പെട്ടതാണ്. അയാൾ കവടനായിരുന്നെന്നും ഉണയനായിരുന്നെന്നും സീസറല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ലോകത്തിൽ കാണിച്ചു കൊടുത്താണ് ഈ രാത്രി നമ്മൾ അവിടെ ഉണ്ടാകും. ഞങ്ങളുടെ നേതാവായി നീ വേണം ഫെർണാണ്ടസ്. വരാം, ഞാൻ വരാം. ഒരുപക്ഷെ അയാൾ ഈ രാത്രി ഉയർത്തെഴുന്നേറ്റ് അയാൾ ദൈവമാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്റെ അസംബന്ധമാണ് ഫെർണാണ്ടസ് താങ്കൾ പറയുന്നത്. അവന്റെ ശിരസിൽ ആ ഉൾപ്പെടെ തറച്ചപ്പോൾ അവൻ കരഞ്ഞ കരച്ചിലും നിന്റെ ആക്രോശവും എന്നിലെ കരുണ ഹൃദയനായ പടയാളി പോലും മനസ്സിൽ പിടിച്ചു. ഫെർണാണ്ടസ് വരൂ, നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയം സമാഗതമായി. അവന്റെ ശിഷ്യന്മാർ അവനെ മോഷ്ടിച്ചുകൂടാ. കഷ്ടം, ആ നീയാണോ ഇപ്പോൾ ഈ വീട്? മരിച്ച മൂന്നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നായിരുന്നു എന്റെ പ്രവചനം. ഇവൻ ദൈവത്തിനൊന്നുമല്ല, അതിനൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനാണ് ഈ കല്ലറ കൊണ്ടുവച്ചിരിക്കുന്നത്. നീ കേട്ടില്ലേ, യേശുവിന്റെ ശരീരം കല്ലറയിൽ നിന്ന് അവതരിക്കുമെന്ന്? അങ്ങനെയാണ് സംഭവിച്ചത്. ആ കൊണ്ടുപോകുന്നവന്റെ ശരീരം ഇവിടെ കിടന്നു കഴിയും.
ദർശിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യം ചെയ്തു. ആ ഇടിനാഥത്തിൽ കൂടെയുള്ളവർ ഓടി ഒളിച്ചപ്പോൾ എന്റെ കണ്ണുകൾ പാതി തുറന്നു വെച്ചത് എന്തിനായിരുന്നു? എങ്കിലും അധികാരികളെയും സ്ഥാനമാനങ്ങളെയും പേടിച്ച് ഈ സത്യം ഞാൻ മറച്ചു വെച്ചു. എന്റെ വീട് ഞാൻ കണ്ട ക്രിസ്തുവിനെ നിങ്ങൾക്കും കാണാൻ സാധിക്കും. ബാഹ്യ നേത്രങ്ങൾക്കൊപ്പം ആന്തരിക നേത്രങ്ങൾ കൂടി നിങ്ങൾ തുറക്കുക. നിന്റെ ജീവിതത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും. നിന്നെ